ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നൊരു സ്കൂളുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അയ്മൺ സ്കൂളിലേക്കുള്ള യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആവുകയാണ്. അയ്മനെ കുളിപ്പിച്ചൊക്കെ കൊടുത്തത് ഞാനാണ്. പിന്നെ അവന് യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആവുകയാണ്. പിന്നെ ലാസ്റ്റ് ID കാർഡും കൂടെ ഇടാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഇനി ഞങ്ങൾ ഭക്ഷണം കഴിക്കാനാണ് കേട്ടോ പോണത്. അപ്പോൾ ഫുഡൊക്കെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് അയ്മണ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചാണ് കേട്ടോ. പിന്നെ ഇത് സ്കൂളിലേക്ക് ലഞ്ചിനും ഉള്ളതാണ്. അപ്പം ഇന്ന് ഞാൻ ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഈ ഒരു മഞ്ഞച്ചോറും അതുപോലെ ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതും പപ്പടമൊക്കെ ആണ് കേട്ടോ ഉണ്ടാക്കിയത്. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഒന്നിച്ചിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ചെയ്തത്. പിന്നെ അവന് കൊണ്ടുപോകാനുള്ള ചോറാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ചിക്കനും പപ്പടം പൊരിച്ചതുമാണ് കേട്ടോ വെച്ച് കൊടുത്തത്. പിന്നെ സ്നാക്സാണ്. സ്നാക്സ് ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ വെച്ച് കൊടുത്തത്. അപ്പോൾ 5 ബിസ്ക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പൊടിഞ്ഞു പോയതാണ് കേട്ടോ. അപ്പോൾ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അയ്മണ് ഫുഡ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഫോണൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പറയുകയാണ് കേട്ടോ. കാരണം 9:30 ബസ് വരും, അതുകൊണ്ടാണ്. ഇപ്പം സമയം ഒരു 9:10 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് 9 മണി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഞാൻ ബാഗൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവന് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്ത് വെച്ചാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് പോവല്ലോ എന്ന് വിചാരിച്ചിട്ട് കിറ്റും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ റുദക്ക് ഇന്ന് മോർണിംഗ് ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളൊരു 9 മണിക്ക് കഴിഞ്ഞു മോർണിംഗ് ക്ലാസ്. അവളൊരു 8:30 പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവളെ വണ്ടിമേൽ രാവിലെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയ്മണ് ഭയങ്കര പതുക്കാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത്. ഫോണും കൂടെ കണ്ടിട്ടാണ്. പിന്നെ ലാസ്റ്റ് വെള്ളം കൂടി കുടിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ മുടിയൊന്ന് വാരാനുണ്ടായിരുന്നു. അങ്ങനെ മുടിയൊക്കെ ചീകി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ടോ. കാരണം ബസ് വന്നാൽ പിന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോവുകയാണ് കേട്ടോ. നമ്മളെ വീട് ഇരിക്കുന്നത് പോക്കറ്റ് റോഡ് കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പം ഇത് നമ്മളിപ്പം പോണത് ഷോർട്ട് കട്ടാണ്. നമ്മളെ മുറ്റത്ത് വരെ റോഡുണ്ട്. പക്ഷേ അതിലെ ചുറ്റി വളഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ലേറ്റ് ആവും. അപ്പോൾ ഈ ഒരു ഷോർട്ട് കട്ട് പിടിച്ചാണ് കേട്ടോ നമ്മൾ പോണത്. പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ക്ലിനിക്കിലൊക്കെ പോണ സമയമായിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ എത്തുമ്പോഴത്തേക്കും ബസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അവരെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബസ് വരാനുള്ള സമയമൊക്കെ ആയി. അങ്ങനെ ഈ ഒരു കയറ്റമാണ് പ്രശ്നം. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ബസ് വരുന്നൊക്കെ കാണാം കേട്ടോ. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഓടി ബസ് കിട്ടാറുണ്ട്. ഇതുവരെ അങ്ങനെ ബസ് മിസ്സായിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവസാനം നമ്മൾ റോട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ബസ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അയ്മന്നെ ബസ്സിലൊക്കെ കയറ്റി കൊടുത്ത് പിന്നെ ഞാൻ തിരിച്ചു പോരുകയാണ്. അങ്ങനെ പോരുന്ന വഴി നമ്മൾ ഇന്നാൾ വീഡിയോയിലിട്ട വീടാണ് കേട്ടോ. നമ്മൾ ഹൗസ് വാമിങ്ങിന് പോയ ആ ഒരു വീടാണ് കേട്ടോ അത്. അന്ന് എനിക്ക് പുറത്തു നിന്നൊന്നും വീടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്താണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ ഈ ഒരു വഴി കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ വരുന്ന വഴി നല്ല കരിവേപ്പില കണ്ടു കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്താണ്. നമ്മൾ കുറേ എടുക്കുന്ന കരിവേപ്പിലാണ് കേട്ടോ അത്. അങ്ങനെ പോകുന്നു. പിന്നെ പെട്ടെന്നാണ് ഒരു സംഭവം ഉണ്ടായത്. എന്താണെന്ന് വെച്ചാൽ റുദൻ്റെ മക്കളെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റുദക്ക് നല്ല തലവേദന എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ രാവിലെ മോർണിംഗ് ക്ലാസ്സിന് പോയതാണല്ലോ. അപ്പോൾ അവിടുത്തെ ഇങ്ങനെ അവൾക്ക് ഭയങ്കര തലവേദനയും ഒക്കെ വന്നപ്പം അവിടുന്ന് സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവളെ ക്ലാസ് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 12:30 ആയപ്പോഴാട്ടോ പോയത്. അങ്ങനെ കുറച്ച് ഞാൻ ഓഫീസിലൊക്കെ പേരും സൈനും അഡ്രസ്സൊക്കെ എഴുതിയതിന് ശേഷം അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അവർ കൂട്ടാൻ പോയിട്ടുണ്ട് അവളെ. അങ്ങനെ അവൾ വന്നതിന് ശേഷം നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ മെയിൻ ഗേറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 മണിയാകുമ്പോൾ അടയ്ക്കും. പിന്നെ നമ്മൾ ഇപ്പുറത്തെ ഗേറ്റിൽ കൂടെ ഇറങ്ങി പോകുന്നതാണ്. അങ്ങനെ അവൾക്ക് തലവേദന അവിടുന്ന് വിക്സൊക്കെ അവർ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല വെയിലും ഉണ്ട് കേട്ടോ. ഒന്നാണെങ്കിൽ
അങ്ങനെ ഞാൻ പിന്നെ അവൾക്കൊരു ചായ വാങ്ങിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു കട ഉണ്ട്. അപ്പോൾ അവിടുന്ന് ചായ വാങ്ങിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അത് ആ റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ അപ്പുറത്തേക്ക് പോയി ഞാൻ ചായ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ റുതക്ക് ഞാനൊരു ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവൾ ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഈ ഒരു വ്യൂ കണ്ടപ്പോൾ എടുക്കുകയാണ്. അടിപൊളി വൈബാണ് കേട്ടോ അവിടെ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും അടിപൊളിയാണ്. അപ്പോൾ അതാ ചെറിയൊരു പുഴ ആണോ കുളമാണോ എന്താണെന്നറിയില്ല, ഇവിടെ കുറച്ച് ഏരിയയിലുള്ളൊരു സംഭവമാണ് കേട്ടോ. പോയാകുമ്പോൾ കുറേ ഏരിയ ഉണ്ടാവുമല്ലോ അല്ലേ, അപ്പോൾ കുളം എന്ന് പറയുക. അപ്പോൾ അതാ അവിടുന്ന് ആളുകളൊക്കെ കുളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ചായയൊക്കെ കുടിക്കാൻ നല്ല രസമാണ്. നമ്മളിപ്പോൾ ആദ്യമായിട്ടല്ല കേട്ടോ, കുറേ വട്ടം ഒരുപാട് വട്ടം വന്നിട്ടുണ്ട് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. സ്കൂൾ മീറ്റിങ്ങിന് വരുമ്പോൾ ഇടുന്ന കേട്ടോ ചായ കുടിക്കുന്നത്. അപ്പോൾ അതാ പിന്നെ റുത ചായ കുടിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല കടികളൊക്കെ ഉണ്ടാവും കേട്ടോ, നല്ല സമൂസ അതുപോലെ കട്ട്ലൈറ്റൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ഒരു ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ പിന്നെ സമൂസയും കട്ട്ലൈറ്റും ഞാനും വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അഴിമണ വൈകുന്നേരം വരുമ്പോൾ ചായക്ക് കടി കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. അങ്ങനെ പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം റുദാസിനൊരു കുറച്ച് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഗുളിക കൊടുത്തിട്ടുണ്ട് കേട്ടോ, പാരസെറ്റമോൾ. അങ്ങനെ അവൾ റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ അത്രക്കാണ്. പിന്നെ വൈകുന്നേരം അയ്മണ് ഈ കഥകളൊന്നും അറിയില്ല കേട്ടോ, അവൾ പോകുന്നത്. അങ്ങനെ ഞാൻ ബസ് ഡ്രൈവറോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.